നമുക്കിവിടെ ഈ കേരളത്തില് ഉടനെ എങ്ങും BJP അധികാരത്തിൽ വരികയെന്ന് നമുക്കെല്ലാം അറിയാം, BJPക്കും അറിയാം. അപ്പൊ ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ സംവിധാനം വരണമെങ്കിൽ ഞങ്ങള് ഭരണകക്ഷി CPM ഈ രണ്ടാമത്തെ എഞ്ചിന്റെ സ്ഥാനത്തേക്ക് അങ്ങോട്ട് കയറി നിൽക്കണം. അതല്ലേ നല്ലത്? അങ്ങനെ ചെയ്യുമ്പം കേരളത്തിന് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാകത്തില്ലയോ? അതിനല്ലയോ ഞങ്ങൾ ഇവരുമായിട്ട് നല്ല ബന്ധം വയ്ക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും EDയിലൊക്കെ ചില സ്വാധീനങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമല്ലയോ? അപ്പൊ അങ്ങനെ നല്ല ബന്ധമാണെങ്കിലേ, ചില്ലറ സ്വാധീനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ, നമുക്കൊരു അത്യാവശ്യം വരുമ്പം നമ്മൾ അവരോട് പറയാമല്ലോ, ചേട്ടാ നമ്മളൊക്കെ എന്തുവാ ചെയ്യുന്നത്, ഒരു അത്യാവശ്യം വരുമ്പം ഒരു 10,000 രൂപയുടെ ഒരു ആവശ്യം വന്നാലേ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടല്ലയോ ചോദിക്കുക. അപ്പൊ അവർ തരുമല്ലോ, നമ്മളത് വാങ്ങും. അത് നമുക്ക് അവരിലൊരു ദുസ്വാധീനം ഉപയോഗിച്ചാണ് ആ പണം കടം വാങ്ങിച്ചത് പറയരുത്. അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ചില ആവശ്യങ്ങൾ കേന്ദ്രത്തോട് പറയും, അത് ചിലപ്പോൾ ചില വ്യക്തിപരമായ വിഷയങ്ങളും ഉണ്ടാവും. അപ്പൊ കേന്ദ്രം സ്വാഭാവികമായിട്ടും അറിഞ്ഞു സഹായിക്കും. അതിനെയൊക്കെ ദുസ്വാധീനം എന്ന് പറഞ്ഞ് വെടക്കാക്കരുത്. അത് ശരിയല്ല. പ്രതിപക്ഷമാണേലും അങ്ങനെയൊന്നും ചെയ്യരുത്.